കേരള മനസാക്ഷിയെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് 30 വർഷം തടവും ജീവപര്യന്തം ശിക്ഷയും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിധി സന്തോഷമാണെങ്കിലും തൃപ്തരല്ലെന്ന് വന്ദനയുടെ മാതാപിതാക്കൾ പറഞ്ഞു. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ നീക്കം. 2 വർഷവും 10 മാസവും നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് പ്രതി സന്ദീപിന് കോടതി ശിക്ഷ വിധിക്കുന്നത്. ചികിത്സ നൽകാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ വാദം കോടതി പൂർണ്ണമായി അംഗീകരിച്ചില്ല. കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം കഠിന തടവ്, മറ്റ് 8 വകുപ്പുകളിലായി 30 വർഷം തടവും കോടതി വിധിച്ചത്. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കൊലകുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. വിധിയിൽ സന്തോഷമെങ്കിലും നിയമ പോരാട്ടം തുടരുമെന്ന് വന്ദനയുടെ മാതാപിതാക്കൾ. എൻ്റെ മകൾ അനുഭവിച്ച വേദന എന്താണെന്ന് അറിയണം. എൻ്റെ മകളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകൾ, അതിൻ്റെ വേദന പ്രാണഭയത്താൽ ഓടിയപ്പം രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. ഈ വിധിയിൽ തൽക്കാലം ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ തുടരും. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ക്രൂര കൊലപാതകം നടന്നത്. പ്രകോപിതനായ പ്രതി സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. റിപ്പോർട്ടർ കൊല്ലം.